ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സോയാബീൻ ഫ്രൈ അല്ലെങ്കിൽ റോസ്റ്റാണ്. അതിനായി ഞാൻ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒരു 4 പിടിയോളം സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ സോയാബീനാണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ ടൈപ്പും കിട്ടും, ഇത് വലുതാണ്. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നെ കാണിച്ചു തരാം. നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. 4 പിടിയോളം ഞാൻ ഇട്ടിട്ടുള്ളൂ. വെള്ളം തിളപ്പിച്ച് അതിലേക്ക് 4 പിടി സോയാബീൻ ഇട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ആറി വന്നതിന് ശേഷം നമുക്കതൊന്ന് പച്ചവെള്ളം ഒഴിച്ച് കഴുകിയൊക്കെ നല്ലോണം അതിൻ്റെ ആ ഒരു കട്ടുണ്ട്, ആ കട്ടൊക്കെ നല്ലോണം നമുക്ക് കളഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിത് നല്ലോണം കിടന്ന് വെന്ത് ആറി വരട്ടെ. ചീനിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സോയാബീൻ ഇച്ചിരി എണ്ണ വേണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ആ വെളുത്തുള്ളി കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി, ഇത്തിരി വേപ്പില. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സോയാബീൻ നമ്മൾ എത്ര എണ്ണ ചേർത്താലും എണ്ണ പോരാത്തൊരു സാധനമാണ് സോയാബീൻ. അപ്പോൾ ഇത്തിരി എണ്ണ ചേർക്കണം ഈ കറിയിലേക്ക്. എണ്ണ ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് കറിയായിട്ട് എടുക്കാനേ പറ്റത്തുള്ളൂ. ഞാനിതൊരു റോസ്റ്റാണ് റെഡിയാക്കുന്നത്. ഇതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. 4 സവാളയാണ് ഞാൻ എടുത്താക്കുന്നത്. എല്ലാം കൂടെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സവാള ഇവിടെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം കളർ വന്നിട്ട് ഒന്ന് ചുമന്ന കളറാണ് സവാളയ്ക്ക്. നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പം മൂക്കാനായിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സോയാബീൻ വേവിക്കാൻ നമുക്ക് ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 2 തക്കാളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇത് നല്ലോണം ഒന്ന് തക്കാളിയും വെള്ള മസാല എല്ലാം കൂടെ ഒന്ന് യോജിക്കട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ സവാളയും തക്കാളി എല്ലാം കൂടെ നല്ലോണം വഴന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 സ്പൂണ് മീറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ ആ പച്ചമുളകൊന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ സോയാബീൻ ഇവിടെ കഴുകി നല്ലോണം 5-6 പ്രാവശ്യം നല്ലോണം കഴുകി പിഴിഞ്ഞ് ആ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കൊന്ന് നല്ലോണം ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് നമുക്ക് വേപ്പില തൂവി കൊടുക്കാം. ഇപ്പം നമ്മുടെ സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേപ്പില തൂവി കൊടുത്തിട്ടുണ്ട്. ഞാൻ വേപ്പില നമ്മൾ ആദ്യം തന്നെ കുറച്ചിട്ടായിരുന്നു. ലാസ്റ്റ് കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ എണ്ണ കൂടെ അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടി എല്ലാവരും ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.